ഭ്രമയുഗം. ഭ്രമയുഗത്തിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഭാർഗവി നിലയമാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ ഒരു പടം നമ്മൾ തിയേറ്ററിൽ പോയി ഒന്ന് കാണണം. പക്ഷെ മധുവും പ്രേം നസീറും എല്ലാവരും അഭിനയിച്ച ആ ഒരു മൂവി തിയേറ്ററിൽ പോയി ഇപ്പോഴത്തെ ഒരു എഫക്റ്റോടുകൂടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നാലും കാണണമെന്നുള്ളൊരു മോഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഭ്രമയുഗം അത് തോന്നുന്നു. ആകപ്പാടം 5 ക്യാരക്ടേഴ്സ്, അതിൽ 2 ക്യാരക്ടേഴ്സ് വളരെ കുറച്ചായിരുന്നു. ഒന്ന് അർജുൻ അശോകൻ, ഒന്ന് സിദ്ധാർത്ഥ് ഭരതൻ, മൂന്നാമത് മമ്മൂട്ടി എന്ന് പറയുന്നത്. ഞാൻ പിന്നെ പറയാം, അത് രവി രണ്ടുപേരും ഒന്ന് പറഞ്ഞിട്ട്. അർജുൻ അശോകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടറിന് ഇത്രയും കാലിബർ ഉണ്ടെന്നുള്ള കാര്യം ഈ ഒരു മൂവി കണ്ടതിന് ശേഷമാണ് നമുക്ക് അറിയാൻ പറ്റും. അല്ല, നമ്മൾ ഉണ്ടയിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ, പുള്ളി അല്ലെങ്കിൽ തന്നെ ഒരു നല്ലൊരു ആക്ടറും ഒരു ഡയറക്ടറുമാണ്. അപ്പം പുള്ളിയുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. ഇത് ഒരു അവാർഡ് സിനിമ സെറ്റപ്പ് അല്ല, ഇത് പക്ക എൻഗേജിങ് ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. നമ്മൾ ത്രില്ലടിച്ച് ഇരിക്കും ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്. കാരണം അടുത്തെന്താണെന്നുള്ള രീതിയിൽ ഒരു കിഡുമായിട്ട് നമുക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട് എൻ്റെ ഡയറക്ടർ. അതുപോലെ ക്യാമറ, എഡിറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മമ്മൂക്ക ഈ ഒരു പ്രായത്തിലും എന്ത് എക്സ്പ്രഷനൊക്കെയാണ് പുള്ളിയുടെ മുഖത്ത് നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ കിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പക്ഷേ ഇൻട്രൊഡക്ഷൻ സീനിൻ്റെ മുന്നേ, ഇൻട്രൊഡക്ഷനിൽ നമുക്കിങ്ങനെ കാണിക്കുന്ന സമയത്ത് ആ ഒരു ടോക്കിന് മുമ്പ് കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. പക്ഷെ എൻ്റെ രോമാഞ്ചം എന്ന് പറഞ്ഞാൽ സ്ലോ മോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒന്നും വേണ്ട. വില്ലനായിട്ട് അഭിനയിച്ചാലും ആ ഒരു പവർഫുൾ വില്ലൻ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ വില്ലനാണെന്നല്ല പറയുന്നത്, അത് നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കുക എന്താണ് മിസ്റ്ററി നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ മമ്മൂക്കയും പിന്നെ കമലഹാസൻ മാത്രമേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞത്. 2020 ശേഷം മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാൾ ഇതുമായിരുന്നു, ഒരു രക്ഷയില്ല. മാരക സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇപ്പൊ കുട്ടികളെ കൊണ്ടുപോയിട്ട് പ്രേതപടമാണ്, ഹൊററാണ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ കാണാൻ അടിപൊളിയാണ്. പിള്ളേരും ഇതൊക്കെ കണ്ട് എന്താണ് അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അതൊന്നുമില്ല, വേറെ സിനിമയില്ല. ഒന്ന് ഹൊറർ എന്ന് പറഞ്ഞിട്ടൊന്നും ഏറ്റവും ഒരു കാര്യമില്ല. അപ്പം അടിപൊളി, നിങ്ങൾ കാണുക കേട്ടോ തിയേറ്ററിൽ പോയി. വീണ്ടും പറയാണ്, തിയേറ്ററിൽ തന്നെ കാണണം. എന്നിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ഫീലും നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സിലോട്ടും എല്ലാം അങ്ങ് പോകും. ഈ സിനിമ കണ്ടാലും ഒരു പിറ്റേ ദിവസം ഒരു ഉച്ചവരെ നമ്മൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മുടെ കൂടെ പക്ഷെ ആ ഒരു നമുക്ക് അത്ര ഇൻവോൾവ് ആയാൽ മാത്രമേ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഫേസ് ഒക്കെ നമ്മൾ ആലോചിച്ചിരിക്കുന്നു. അപ്പം അടിപൊളിയാക്കും. സോ നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ട് അടിപൊളിയാക്കും. സോ താങ്ക് യു മമ്മൂക്ക ഫോർ നെക്സ്റ്റ് ഒരു പരീക്ഷണവും കിടുപ്പടം നമുക്ക് തന്നില്ല. താങ്ക് യു. നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യണം. അടുത്ത പടത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടർബോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മമ്മൂട്ടി ഫാനാണെന്ന്. അല്ല, ഞാനൊരു സാധാരണ പ്രേക്ഷകനാണ്. പക്ഷെ മമ്മൂക്കയെ സമ്മതിച്ചേ പറ്റൂ. ഹിസ് ഡെഡിക്കേഷൻ പൊളി. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ റിവ്യൂ. അടുത്ത റിവ്യൂ ആയിട്ട് കാണാം. ബൈ.